ഇന്ന് നമുക്ക് ഈ ഒരു ആപ്പിൾ ഉണ്ടാക്കിയാലോ? അതും ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം ഉപയോഗിച്ചിട്ട്. നമ്മളിതാ ഈ പാർലേജ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ആപ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ടേ. ഈ 2 പാക്കറ്റ് മതിയെങ്കിൽ 2 പാക്കറ്റ് എടുക്കാം, 1 വേണമെങ്കിൽ 1 എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി പാർലേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ബിസ്ക്കറ്റും യൂസ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് തീ കത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് നമുക്കിത് പൊടിച്ചെടുക്കണം. വളരെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഞാൻ ഈ മിക്സിയിൽ ഇടുന്നത് പോലെ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പൊടിക്കാൻ സാധിക്കില്ല. വളരെ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ടിട്ട് ആ ബിസ്ക്കറ്റ് ഇടുന്നതിന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ മിക്സി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് അതേപോലെ കിടക്കും കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇത് ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഓരോന്ന് കുറച്ച് ഇട്ടിട്ട് പൊടിച്ച് അതിനകത്ത് ഇട്ടിട്ടാണ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ടാണ് പൊടിയായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി കിട്ടും. ബിസ്ക്കറ്റ് ഒന്നിച്ച് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിയാൻ ഭയങ്കര സമയം എടുക്കും കേട്ടോ. പൊടിഞ്ഞ് കിട്ടുകയില്ല, വലിയ പീസായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഇടുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഇട്ടത് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മിഠായി മതി. നമ്മുടെ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെങ്കിലും പഞ്ചസാര മധുരം അത്യാവശ്യം ആവശ്യമുള്ളവർ എന്ത് ചെയ്യണം, ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് പഞ്ചസാര ചേർത്തത് കൊണ്ട് ഓവർ മധുരമൊന്നും വരില്ല. പക്ഷെ നമുക്ക് അധികം മധുരം വേണ്ടാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടൻസ് മിൽക്കിൻ്റെ മധുരമാണല്ലോ നമ്മൾ ആഡ് ചെയ്തില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഫൈനായിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പാൽ കുറച്ച് ചേർത്ത് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട്. പാൽ ചേർത്ത് കൊടുക്കണം, വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അത് കുറച്ച് ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാനൊരു അത്യാവശ്യം വലിയ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഴച്ചെടുത്തു. ഞാൻ എടുത്തതിന് വളരെ കുറച്ച് പാൽ മാത്രമേ ബാക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ ചെറിയ ഓരോ ബോളുകളാക്കിയിട്ട് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒരു ആപ്പിളിൻ്റെ ഷേപ്പോ എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആപ്പിളിൻ്റെ ഷേപ്പ് ആയതൊന്നും അറിയില്ല, എന്നെ കൊണ്ട് കഴിയുന്ന ഒരു മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു കളറിന് വേണ്ടി, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഫുഡ് കളറാണ് കേട്ടോ, നമ്മൾ പെയിൻ്റ് അല്ല. ഫുഡ് കളർ നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ സാധാ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ചേർത്തതാണ്. പിന്നെ ഇത്ര കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വീഡിയോയിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ചേർത്തതേ ഉള്ളൂ. കളർ ചേർത്തിട്ടില്ലെങ്കിലും ഇതിങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ്. ഇത് നമുക്കൊരു കളറിനും ഒരു കാണാൻ ലുക്കിന് വേണ്ടി ചേർത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ കളർ ചേർക്കാൻ നിർബന്ധമുള്ളവർ എന്ത് ചെയ്യുക, വളരെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ മാവ് എന്താവും, ഡ്രൈ ആയി പോകട്ടെ പെട്ടെന്ന്. വളരെ പെട്ടെന്ന് ആവുമൊന്നുമില്ല, പക്ഷേ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഒന്ന് ഹാർഡാവും. അപ്പം പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ആപ്പിളും റെഡി ആയിട്ടുണ്ട്. ആപ്പിളാണെന്നൊന്ന് ചോദിച്ചാൽ ആപ്പിൾ, ഒരു ഏകദേശം ആപ്പിളൊക്കെ പറയാമല്ലോ അല്ലേ, ആ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നവർക്ക് ചെറിയ രൂപത്തിലെങ്കിലും ആപ്പിളം തോന്നണമെങ്കിൽ ചെറിയ പെർഫെക്ഷൻ വേണ്ട. അതിന് വേണ്ടി നമ്മൾ ഗ്രാമ്പാണ് എടുത്തുള്ളത്. ഒരു തണ്ട് പോലെ, ഞെട്ടി പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പ് ഇതേപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ആപ്പിളുകൾ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ കളർ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്ര കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്